ഈ ഫെമിനിച്ചി ഫാത്തിമയുടെ ലൊക്കേഷനൊക്കെ മൊത്തം മലപ്പുറം സൈഡായിരുന്നു. പൊന്നാനി അവിടെ തീരദേശത്തിന്റെ അവിടെ തന്നെ. അവിടെ ഒരുപാട് ആളുകൾ നന്നായിട്ട് താമസിക്കുന്ന ഏരിയയാണ്. ആദ്യത്തെ ദിവസമൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ തികച്ചും അവിടുത്തെ അന്യനാണല്ലോ. ഒരു വീട്ടിലാണ് നമ്മൾ ഷൂട്ട്. ആ വീട്ടിലത്തെ ആളുകൾ അവിടെ ഉണ്ട്, മുഴുവനായിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴേക്കും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ജോലിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനൊക്കെ നിൽക്കും. അവർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. ആദ്യമൊക്കെ ഞങ്ങൾ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട്ടുകാരായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ നമ്മളൊരു ഉസ്താദ് ആയതുകൊണ്ട് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ശരിക്കും അവർക്ക് ഉസ്താദായിട്ടാ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ബോഡി ലാംഗ്വേജും സംസാരം എല്ലാം അതുപോലെയാണല്ലോ. അതെ. അപ്പൊ അതിങ്ങനെ ആവണ സമയത്ത് അവർക്ക് ആ സെറ്റിൽ ഞങ്ങൾക്ക് എപ്പോഴും എനിക്ക് ഭക്ഷണമൊക്കെ തരുമ്പോൾ ഒന്ന് കൂടുതലൊക്കെ ഉണ്ടാവും. ഉസ്താദിന് കുറച്ച് കൂടുതലുണ്ട്. ഒരു മീൻ എക്സ്ട്രാ കിട്ടും അവിടെ തന്നെ കറി ഉണ്ടാക്കുമ്പോഴേ, പൊരിച്ചതൊക്കെ ആയാലും അത് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ ഞാനൊന്ന് തൊട്ടടുത്ത് ബീച്ചാണ്, അങ്ങോട്ട് പോകുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ വീട്ടിലേക്കൊക്കെ വിളിക്കും, ഉസ്താദ് വരി വന്നിട്ട് പോകാന്നൊക്കെ പറയും. ഞാൻ പറയാം പോകാൻ നേരത്ത് വരണ്ട, ഇപ്പോൾ ഷൂട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് ആളുകൾ വരും കാണാനൊക്കെ, കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഉസ്താദ് പണിയൊന്നുമില്ല നമുക്ക്. അതൊക്കെ ശരിക്കും അവര് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വരുന്നത്? ആണെന്ന് അറിഞ്ഞിട്ടാണ് അവരൊന്ന് സംസാരിക്കുന്നത്. അതെ. അപ്പൊ ഞാൻ ആ സമയത്ത് അവരോട് ആണെന്നും പറയില്ല, എല്ലാന്നും പറയില്ല, ഒക്കെ ശരിയാവും.